Moral science is touchstone. Standard 5. I think about you have not get the textbook, this touchstone, and actually is booked and it is not available to us because of the old problem. Actually, the book is preaching and calling, but we don't get it. The Macmillan is searching. We expect something. So I will send you the portion. But no problem. You can get this page also. In our last year examination, we have studied from lesson 8, then unit 5, 6, 7, 8. These are the portions. So shall we start with the lesson 8? Today I will finish lesson 8 and unit 5. First part, healthy livings. So unit 8, a man ahead of time. So you students watch this video. Same day you write the meaning of the words in the textbook. I will send the copy. So you have your textbook, no problem. You write in the moral science notebook. I will send all this copy, no problem. We can write all this in the notebook. So that write the name of the lesson and then write in the notebook and the words that were underlined but also write in the notebook and underlined. So it is very easy because you can easily write the examination. So shall we start with the first lesson? Lesson 8, a man ahead of time. അതായത് കാലത്തിനും സമയത്തിനും മുൻപേ നടന്ന മനുഷ്യൻ, അങ്ങനത്തെ ഒരു വ്യക്തിയെക്കുറിച്ച് ഉള്ള ഒരു ഭാഗമാണിവിടെ. That person is an American physicist. You know what physics is? Physics is Urja. It's a part of the science. Physics is the study about the matter. ഈ ലോകത്ത് വസ്തുക്കൾ എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളും ഇപ്പം ഈ ചെയർ വസ്തുവാണ്, ടേബിൾ വസ്തുവാണ്, ടെക്സ്റ്റ് വസ്തുവാണ്, ഈ ബ്ലാക്ക് ബോർഡ് വസ്തുവാണ്. എന്നാൽ നമ്മൾ മനുഷ്യന് വസ്തുക്കൾ മനസ്സിലായി. വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത, അതായത് നോൺ ലിവിങ് തിങ്സ്. ഈ ഭൂമിയിലുള്ള നോൺ ലിവിങ് തിങ്സിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള പഠനമാണ് ഫിസിക്സ്, ഊർജതന്ത്രം. നിങ്ങൾ അത് 8ലെത്തുമ്പോഴത്തേക്കിന് 8ാം ക്ലാസ്സിലുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് 3. 1, 2 ക്ലാസ് CBS ആണ്. അത് കഴിഞ്ഞ് ജനറൽ സയൻസ്. 8ലെത്തുമ്പോഴത്തേക്കിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഊർജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, ഇങ്ങനെ 3. അതിലെ ഊർജതന്ത്രം എന്ന് പറയുന്ന ഫിസിക്സ്. ഈ ഫിസിക്സിലെ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഇതാണ്: E=mc². E=mc² എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അതായത് എനർജി എന്ന് പറയുന്നത് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമോ, ഊർജം. നമുക്കറിയാം, നമ്മൾ നടന്നു പോകുന്നതിന് പോലും ഊർജം വേണം. ഈ സംസാരിക്കാൻ ഊർജം വേണം. നിങ്ങൾക്കറിയാം, നിങ്ങൾ പണ്ട് കാലത്ത് സൈക്കിളൊക്കെ ഉപയോഗിക്കുന്നവരുടെ രാത്രി പോകുമ്പോൾ വെട്ടം വേണ്ടി അതിലെ ഡൈനോമ എന്നൊരു സാധനം ആ വീലെ കളിപ്പിച്ചു. നമ്മളിങ്ങനെ നെറ്റി അടിയിൽ വരുമ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ ഈ ഡൈനോമയുടെ ഒരു ചക്രം, ഒരു പല്ലുണ്ട്. ആ പല്ല് ഈ നമ്മുടെ സൈക്കിളിൻ്റെ ചക്രത്തെ മുട്ടുമ്പോൾ ഈ ഡൈനോമയുടെ ചെറിയ പല്ലുകൾ കാണുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഊർജം, അതാണ് യാന്ത്രിക ഊർജം. അതായത് ഇൻഡസ്ട്രിയൽ എനർജി, ഒരു യാന്ത്രിക ഊർജത്തെ വൈദ്യുതോർജമായിട്ട്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ആ ഡൈനോമ എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിക്കും. അപ്പം അതിൽ കൂടെ ഒരു വയറുണ്ട്. വയറ് ഏറ്റവും ഫ്രണ്ടിൽ ഒരു ബൾബുണ്ട്. ബൾബ് ഉപയോഗിച്ചിട്ട് ആ ബൾബ് കത്താൻ. അപ്പോൾ ഇങ്ങനെയാണ് ഊർജം എന്ന് പറയുന്നത് സ്ഥിതി വേറെ സ്ഥിതിയിലേക്ക് മാറ്റാം. നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കിട്ടുന്നത് എങ്ങനെയാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവറാണ്. ഇടുക്കി പോലുള്ള വലിയ വൈദ്യുത ഡാമുകളിൽ നിന്നുള്ള വെള്ളം സ്റ്റോക്ക് വഴിക്കൂടെ മൂലമറ്റം പവർ ഹൗസിലെ വലിയ 6 ഡൈനോമകളുടെ പുറത്തേക്ക് വീഴുമ്പോൾ
ഈ ഡൈനമോർ കൊണ്ട് നടന്നു. അപ്പോഴാണ് രാത്രി നമുക്ക് എക്സിറ്റ് പകല് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ രാത്രിയിലെ വൈദ്യുതി കൂടുതൽ കിട്ടുന്നത് ശബരിഗിരി, ഇടുക്കി, ലോവർ പെരിയാർ ഇങ്ങനെയുള്ള കുറേ ഡാമുകളുടെ ഉപയോഗിച്ചാണ്. അപ്പോൾ ഊർജം എന്ന് പറയുന്നത് നമുക്ക് എഴുന്നേൽക്കാൻ, നമുക്ക് എനർജി എവിടെ നിന്ന് കിട്ടുന്നു? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൺസ്യൂം ചെയ്യുന്ന എനർജിയെ കുറിച്ചുള്ള സമവാക്യമാണ് ഈ സമയത്ത്. ഇതാണ് ഊർജ്ജതത്വം. അപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും പ്രശസ്തനായിട്ട് ഇത് വെച്ചാണ് ഒരുപാട് സാധനങ്ങൾ പിന്നിലുണ്ടാക്കിയത്. ഇദ്ദേഹമാണ് മനുഷ്യൻ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഈസ് ആൻ അമേരിക്കൻ ഓറിജിൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ സംഭവിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ. ഹ്യൂമാനിറ്റി ഈസ് നോട്ട് തിങ്കിങ് ലെസ് ഓഫ് യുവർസെൽഫ്, ഇറ്റ് ഈസ് തിങ്കിങ് ഓഫ് യുവർസെൽഫ്. അപ്പോൾ എളിമയുള്ള മനുഷ്യൻ, വലിയ വലിയ ആളുകൾക്ക് കൂടുതൽ എളുപ്പമാണ് നമുക്ക് വലിയ സന്തോഷം. ഇപ്പം നിങ്ങൾക്ക് ചില സിനിമ നടന്മാരൊക്കെ ഇഷ്ടമുണ്ട്, അവരൊക്കെ കാണുവാൻ നിങ്ങളുടെ അടുത്ത് വന്ന് കയ്യൊക്കെ തരുന്നത് ഭയങ്കര സന്തോഷം. നേരെ കൊടുത്ത് നോക്കാതെ പറയുമ്പോൾ അയാൾ എത്തും എന്നൊക്കെ വലിയ വലിയ ആളുകൾ എളിമത്വം കാണിച്ചാൽ നമുക്ക് വലിയ സന്തോഷം. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതാണ് പറയുന്നത്. എളിമത്വം എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക എന്നല്ല, നമ്മളെക്കുറിച്ച് ചെറുതായി കാണുക എന്നുള്ളത്, മറിച്ച് നമ്മളെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുകയാണ്, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക. അതാണ് തിങ്കിങ് ഓഫ് യുവർസെൽഫ് ലെസ്. നമ്മളെക്കുറിച്ച് കുറച്ച് മാത്രം ചിന്തിക്കുക, മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. ഇതിന് പറയുന്ന പേരാണ് ഹ്യൂമിലിറ്റി. അപ്പൊ ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന സ്വഭാവമാണ് ഈ ഐൻസ്റ്റീന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആകർഷണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ ഉന്നതനായിട്ടുള്ള ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനായിരുന്നെങ്കിൽ അദ്ദേഹം ഞാൻ സ്കൂളിൽ അസംബ്ലി ഇവിടെ ആശയത്തിൻ്റെ ഒരു ശാസ്ത്രജ്ഞനെ കൊണ്ടുവന്ന ജീവശാസ്ത്രജ്ഞൻ, ബയോളജിസ്റ്റ്. അദ്ദേഹം ഇപ്പോൾ മലനാട് സെന്റ് മേരീസ് കോളേജിലെ പ്രിൻസിപ്പലാണ്, ഡോക്ടർ ഉന്നൻ കുര്യൻ. അപ്പോൾ അവരൊരു ലോകത്തിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ്. ഒരു സ്വന്തം ഒരു ലബോറട്ടറി പരീക്ഷണശാലയുണ്ട് പാമ്പാടിക്കടുത്ത്. അവിടെ പല പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ജനിതകമാറ്റം വന്ന ഒത്തിരി വിത്തുകളൊക്കെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മിക്ക വരത്തിൻ്റെ തൈകളൊക്കെ വെച്ചെന്ന് കിട്ടും. അതുപോലെ ഒരുപാട് മാലിന്യ പ്രശ്നങ്ങളെക്കുറിച്ച് എക്കോയെക്കുറിച്ചും എക്കോസിസ്റ്റത്തെക്കുറിച്ചും പിന്നെ ഗാർബേജ് കൈകാര്യം ചെയ്യുന്ന എങ്ങനെ മാലിന്യങ്ങൾ അതേക്കുറിച്ചൊരു ഗവേഷണം നടത്തുകയാണ്. അവിടുത്തെ സയൻസിലാണ് അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അപ്പോൾ വലിയ വലിയ ആളുകളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് വലിയ സന്തോഷം. ഇവിടെ all of us great admirers of the world-renowned scientist, world-renowned, ലോകം മുഴുവൻ അറിയപ്പെടുന്ന പുകൾപെറ്റ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീനെ അറിയാത്ത ഒരു ലോകമില്ല. വേൾഡ് ഹിസ്റ്ററി തന്നെ ആൽബർട്ട് ഐൻസ്റ്റീനെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഹിസ്റ്ററി എഴുതാനൊക്കത്തില്ല. കാരണം അത്രയേറെ ഊർജ തന്ത്രത്തിന് പിന്നീട് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ഒരാൾ ഈ കാര്യത്തിൽ വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നീട് ഊർജ്ജതന്ത്രത്തിൽ ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. തമിഴ്നാട്ടിലെ ചന്ദ്രശേഖർ വലിയ ഫിസിസിസ്റ്റാണ്. പിന്നെ ഒരു ഫിസിസിസ്റ്റായിരുന്നു കോട്ടയത്തുള്ള CMS കോളേജിലൊക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചേർന്നിപ്പോൾ അവിടെ ഗവേഷണം നടത്തുന്നുണ്ട് CMS കോളേജിൽ കോട്ടയത്ത്. പിന്നെ VS സുദർശൻ, എണ്ണയ്ക്ക് സുദർശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് നോബൽ സമ്മാനം തൊട്ടടുത്തെത്തി. ഇതൊക്കെ ഫിസിസിസ്റ്റാണ്. ഈ renowned സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീൻ. Einstein's view on life were most interesting. Simplicity was one of the strengths that he believed in being a giver. For only a life field, for others was a life pathway. അദ്ദേഹം ചിന്തിച്ചതാണ്, ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് മഹത്വം ഉണ്ടാകണമെങ്കിൽ ആ ജീവിതം മറ്റുള്ളവർക്ക് കൊടുക്കണം, എങ്കിലേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നു. അർത്ഥം. അപ്പൊ നിങ്ങൾ കുട്ടികളായ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സ്കൂളില്ല, പക്ഷെ നിങ്ങൾ വീട്ടിലിരുന്ന് ഈ വീഡിയോ കാണുന്നു, ഇത് നോക്കി പഠിക്കുന്നു, നോട്ട്സ് എഴുതുന്നു, പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുന്നു. ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും
നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകും. ദയവായി നിങ്ങൾ മാതാപിതാക്കളോട് കള്ളത്തിന് പറയും, നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ല, നോട്ടുകൾ എഴുതത്തില്ല, നിങ്ങൾ ഈ മറ്റുള്ളവരെ കുറ്റം പറയും, ഞങ്ങളുടെ കുഴപ്പമാണ്, സ്കൂൾ തുറക്കാഞ്ഞിട്ടല്ലേ, ഞങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്തുണ്ടാകാനാ? സ്കൂൾ തുറക്കണമെങ്കിൽ തീർച്ചയായിട്ടും കാലം മാറും. കോവിഡ് മാറാതെ തുറക്കാനൊക്കെ പറ്റും. അപ്പൊ കോവിഡ് മാറിയത് സ്കൂൾ തുറക്കണം. സ്കൂൾ തുറക്കുന്നതിന് തോന്നുന്നില്ലായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ആർക്കും പോകും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം പഠിക്കാം. അപ്പൊ പഠിപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെങ്കിൽ പഠിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഇപ്പൊ ഞാനൊരു പഠനശാല നിങ്ങൾ തീരുമാനിച്ചാൽ എന്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു. നിങ്ങൾ മസ്റ്റായിട്ട് 2-3 പ്രാവശ്യം കാണണം, കണ്ടിട്ടെല്ലാം കേൾക്കണം. ഇതിന്റെ അർത്ഥമുണ്ടോ? മലയാളം കൂടെ പ്രധാനപ്പെട്ട എഴുതിയിട്ടുണ്ട്, ഈ ബോർഡ് പ്രധാനമന്ത്രി ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തം. അവളുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുകയും ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ഇൻസിഡന്റ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഷോർട്ട്ലി ആഫ്റ്റർ ഹി മൂവ്ഡ് ടു അമേരിക്ക, he was invited to be an actress before a group of mathematicians in Princeton University. അമേരിക്കയിൽ ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റി ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീനെ ഒരു പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചു. പറയാൻ പറഞ്ഞു പ്രസംഗിക്കേണ്ടത് അവിടെയുള്ള മാത്തമാറ്റീഷ്യൻസിനോട്. ആ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഗണിതശാസ്ത്രജ്ഞർ ആയിട്ടുള്ള വലിയ മിടുക്കന്മാരായിട്ടുള്ള പ്രൊഫസേഴ്സ് ഉണ്ട്. അവരുടെ മുന്നിൽ ഒരു ക്ലാസ് എടുക്കാൻ ആണ് ഐൻസ്റ്റീനെ ക്ഷണിച്ചത്. ഐൻസ്റ്റീൻ പറഞ്ഞു, അത്രയും ഞാൻ വലിയ സാധാരണ. ഓക്കെ, ഐൻസ്റ്റീൻ സംബന്ധിച്ചു just only after some he was reluctant because he claimed that he had nothing to say about the audience. So it was only after some practicing that he agreed to talk on the walk was given. Soon a small card announcing the speaker carrying plans and was put up on the notice board of Fine Hall where the talk was to be given. എന്ത് സംഭവിച്ചു? ആ യൂണിവേഴ്സിറ്റിയിലെ ചുമതലക്കാരൻ ആ യൂണിവേഴ്സിറ്റിയുടെ പുറത്തുള്ള നോട്ടീസ് ബോർഡിൽ, അതായത് ഫൈൻ, ആ നോട്ടീസ് ബോർഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഫൈൻ ഹാൾ. യൂണിവേഴ്സിറ്റിയിലെ ഒരു ഹാളാണ്. അതായത് ഇതുപോലത്തെ കോൺഫറൻസ് നടന്ന ഹാൾ. ആ ഹാളിൽ ഇതുപോലത്തെ നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ചു സെമിനാർ conducted by Albert Einstein. Date നാളെ 8:1 at 10. സെമിനാർ കണ്ടക്ടഡ് ബൈ അല്ലെങ്കിൽ സെമിനാർ സ്പീക്കർ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇത്രയൊക്കെയുള്ളൂ. ആ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുന്ന കുട്ടികളും അവിടെ പഠിപ്പിക്കുന്ന സാറന്മാരും അവിടെ വന്ന പേരൻസും എല്ലാം വായിച്ചു. സെമിനാർ നാളെ, പ്രസംഗനായ ആൽബർട്ട് ഐൻസ്റ്റീൻ. തീർച്ചയായിട്ടും നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടെങ്കിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്യും. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്താ പറയുന്നത് കേൾക്കാനായിട്ട് എല്ലാവർക്കും വലിയ ഇങ്ങനെ ഒരു നോട്ടീസ് ബോർഡ് ഇങ്ങനെ ഇട്ടതേ ഉള്ളൂ. പക്ഷേ അന്ന് ഈ സെമിനാറായിട്ട് എന്ത് സംഭവിച്ചു? When the day of the address was arrived, Princeton University campus was filled with the carts and great crowd of people were throughout Fine Hall trying to get into the smart auditorium. ചെറിയൊരു വലിയൊരു ഓഡിറ്റോറിയം അല്ല ഈ യൂണിവേഴ്സിറ്റിയിലെ ഫൈൻ ഹാൾ. അവിടെ മുഴുവൻ ക്രൗഡ് ആളുകളെ കൊണ്ട് നിറഞ്ഞു, കാറുകളെ കൊണ്ട് ആ സ്ഥലം മുഴുവൻ നിറഞ്ഞു. ആ സ്ഥലം മുഴുവൻ അന്നത്തെ ദിവസം നിറഞ്ഞു. കാരണം എല്ലാവരും വന്ന് ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രസംഗങ്ങളിലാണ്. It turned out the little crowd posted on the notice board of the Fine Hall and interest only for interested mathematician was ready by some students. They informed other students. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പറഞ്ഞു, നാളെ ഐൻസ്റ്റീൻ വരുന്നുണ്ട്, നിങ്ങളോട് വന്നിരുന്നോ നന്നാന്ന് ഏതാനും സ്റ്റുഡൻസിനോട് പറഞ്ഞു. അവരവരുടെ കൂട്ടുകാരോട് പറഞ്ഞു, അവരുടെ പേരൻസിനോട് പറഞ്ഞു, അവർ മറ്റുള്ളവരോട് പറഞ്ഞു. ഇങ്ങനെ ഈ വിളിച്ചു പറഞ്ഞ് നമ്മളിപ്പോൾ വാട്സപ്പ് മെസ്സേജ് ഇട്ടിട്ടിട്ട് ഇതന്ന് പോയി. അന്നത്തെ ദിവസം ഒരുപാട് ആളുകളാണ് അവിടെ കൂടിയത്. സ്റ്റുഡൻസ് ഫ്രോം പേരൻസ് came picking up friends on the പിള്ളേരെല്ലാം പറഞ്ഞു, പിള്ളേരുടെ മാതാപിതാക്കളെല്ലാം പറഞ്ഞു, അവിടെ അയൽവക്കക്കാരെ വിളിച്ചു, കൂട്ടുകാരെ വിളിച്ചു. അങ്ങനെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി സൂചി കുത്താനിടയില്ലാത്തവരുണ്ടായിരുന്നു. Einstein was led through the crowd to speech in the front of the crowd little auditorium to await introduction at the proper moment. ഓഡിറ്റോറിയത്തിന് ഏറ്റവും മുമ്പിൽ ഒരു കസേരയിൽ ഐൻസ്റ്റീൻ വന്നിരുന്നു. ഇതിനു വേണ്ടി കാത്തിരുന്നു. ഇൻട്രൊഡക്ഷൻ, അതായത് തന്നെ പ്രസംഗത്തിന് വേണ്ടി വിളിക്കുന്നു. ആരാണ് വിളിച്ച് അവർ വിളിക്കും. Shall I welcome Albert Einstein, the world-renowned physicist,
for a talk. So, on behalf of the audience and the university, I intend my sincere gratitude and thanks to Albert Einstein who come here and take this challenge. ഇതൊക്കെയാണ് ഇൻട്രഡക്ഷൻ. ഈ അവതാരക പറയാൻ വേണ്ടി ഐൻസ്റ്റീൻ കാത്തിരുന്നു. അവസാന അവതാരകൻ ഐൻസ്റ്റീനെ വിളിച്ചു. ഐൻസ്റ്റീൻ പ്രസംഗിക്കാൻ വേണ്ടി ചെല്ലുന്നു. Was led to the big crowd to speak in the front of Little Auditorium to avoid the intention of the problem I'm talking about. Surprised, the excited crowd struggled to get the call. Einstein explained, I know really that in America there was so much interest in my work. അദ്ദേഹം മൈക്കിനെ വിളിച്ച് പറഞ്ഞതാണ്, ഞാൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല അമേരിക്കയിലുള്ളവർക്ക് എന്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് ഇത്രയും താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യം കൊണ്ടാണ് ഏതാനും പ്രൊഫസർമാർക്ക് ക്ലാസ്സെടുക്കാൻ എന്നെ വിളിച്ചു വന്നത്. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കക്കാർക്ക് ഇത്രയേറെ എന്നോട് ഇഷ്ടമുണ്ട്, എൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ഇഷ്ടമുണ്ടെന്ന് എനിക്കിപ്പോൾ ആണ് മനസ്സിലായത്. ഒരു നോക്കിയാൽ എത്രയോ വലിയ മനുഷ്യനാണ്. ഹ്യൂമനിറ്റി ഓഫ് എ ഗ്രേറ്റ് മാൻ. ഒരു വലിയ മനുഷ്യന്റെ താഴായ്മ. താഴായ്മ എന്നൊരു വാക്കുണ്ട്. താഴായ്മ യേശുവിനെ കുറിച്ച് പറയുന്ന വാക്ക്. കാരണം മുസ്ലിം യേശുവിന്റെ കുരിശുമരണം ദൈവമായിരിക്കും തന്നെ കുരിശുമരണത്തിന് സ്വയം യേശു വിട്ടുകൊടുക്കുക. രാത്രിയിലാണ് റോമൻ സൈന്യം പിടിച്ചത്. പക്ഷേ സൈന്യത്തെ പിടിക്കാൻ വന്നവരെല്ലാം നിരത്തി വീണു. കാരണം ദൈവത്തെ ആർക്കും ബന്ധിക്കാൻ കഴിയില്ല. ദൈവം സ്വയം അതിന് തയ്യാറാണ്. അപ്പോൾ കുരിശിൽ 7 വചനങ്ങൾ പറയുകയാണ്, ഈ തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കണം. അപ്പോൾ താഴായ്മ എന്ന വാക്ക് വലിയൊരു വാക്കാണ്. നമ്മൾ യേശുക്രിസ്തുവിനെ മാത്രം പറയുന്ന ഒരു വാക്കാണ് താഴായ്മ. ഇതാണ് ഈ വാക്ക്. വലിയൊരു മനുഷ്യൻ. അപ്പൊ നിങ്ങൾ കുട്ടികൾ ഇതുപോലെയുള്ള വലിയ മനുഷ്യരെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. ഈ പുസ്തകം മാത്രം ഇങ്ങനെ പറയും. അതുകൊണ്ട് തന്നെ കണ്ടോ, ഈ മനുഷ്യനെ കണ്ടില്ലാത്തത് ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. കണ്ടോ, ഇദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. ഇദ്ദേഹത്തെ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇത്രയും വലിയ താരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഇനി അടുത്തൊരു കൊച്ചു ലെസനുകൾ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. കുറച്ച് അവളുകളെ എടുത്തുള്ളൂ. യൂണിറ്റ് 5 ഇത്രയുള്ള പേജ് മാത്രമേ ഉള്ളൂ. യൂണിറ്റ് 5 ആരോഗ്യകരമായ ചിന്ത. ഇത് നമ്മുടെ കുട്ടികൾ അറിയേണ്ട ഒരു വിഷയമാണ്. ഇതിന്റെ റോങ് ഡയറ്റ്, നോ മെഡിസിൻ. ഡയറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഡയറ്റ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണക്രമം. അതായത് നമ്മൾ രാവിലെ എന്ത് കഴിക്കുന്നു, ഉച്ചയ്ക്ക് എന്ത് കഴിക്കുന്നു, വൈകുന്നേരം എന്ത് കഴിക്കുന്നു, രാത്രിയിൽ എന്ത് കഴിക്കുന്നതിനാണ് ഡയറ്റ് എന്ന് പറയുന്നത്. രാവിലെ നമ്മൾ ചായ കുടിക്കുന്നു, അല്ലെ പാല് കുടിക്കുന്നു, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയോ ദോശ കഴിക്കുന്നു, ചപ്പാത്തി കഴിക്കുന്നു, അല്ലെങ്കിൽ പുട്ട് കഴിക്കുന്നു, ഉപ്പുമാവ് കഴിക്കുന്നു. ഇതിന് പറഞ്ഞ വേറെ ഡയറ്റ്. വിത്ത് ദി റൈറ്റ് ഡയറ്റ് നോ മെഡിസിൻ ഇസ് നെസസറി. ശരിയായ ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് മെഡിസിൻ്റെ ആവശ്യമില്ല. അതായത് എന്താ ആവശ്യമില്ല? മരുന്നിൻ്റെ ആവശ്യമില്ല. ആൻഡ് ആപ്പിൾ എഹഡ് എ ഡോക്ടർ എന്ന് പറയും. ഒരാപ്പിൾ എന്നും കഴിക്കുന്ന ഒരു കുട്ടിക്ക് ഡോക്ടറെ കാണേണ്ട അത്ര വെച്ച ആപ്പിൾ പറയും. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രൂട്ട്സ്, ഓറഞ്ച്, ആപ്പിൾ, അതുപോലെ നമ്മുടെ പഴങ്ങൾ ഇട്ട് കിട്ടുന്ന കേര ഏറ്റവും നല്ല. ഒരു ദിവസം ഒരു പഴമെങ്കിലും കഴിക്കണം. ഞാനിപ്പോൾ നടത്തുന്ന മീനട പള്ളിയിലെ പെരുന്നാളാണ്. പെരുന്നാൾ കഴിഞ്ഞാണ് ഇപ്പോൾ വന്നത്. ഈ പെരുന്നാളിലെ ആദ്യപ്പള്ളിയിലെ വീടുകൾ സ്ഥാനം. ഇപ്പോൾ ഞാൻ 2-3 കൊല, ഒന്ന് മോറിസ് എന്ന് പറയുന്ന റോബസ്റ്റാണ്, എടുക്കാപ്പുമാർ ഇത്രയും വലിയ കൊല, അതിൽ ഞാൻ കഴിക്കാനില്ല കൊല, ഞാൻ കഴിച്ചു. പിന്നെ ഒരു പൂവൻ കൊല. ഇപ്പോൾ പഴത്തിനൊന്നും ഒട്ടും വിലയില്ല, കാരണം പഴം ആർക്കും വേണം. അപ്പോൾ ആളില്ലാത്തതാണ് ഞാൻ വിളിച്ചത്. അതിനി പഴിപ്പിച്ചാൽ ഒരാഴ്ചയിൽ കൂടുതൽ ഒരു കൊല തിന്നാൻ പാടില്ല. പച്ചക്കായ പതുക്കെ കഴിക്കുള്ളൂ. ഞാൻ പറഞ്ഞ പഴം വിഷണം. പഴത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ് ഷുഗർ അധികം ഉണ്ടാക്കുന്നത്. കാരണം ഫ്രക്ടോസാണ്. ഒരുപാട് കഴിക്കുന്നത് ഷുഗറുള്ളവർ സൂക്ഷിച്ച് കഴിക്കണം. ഒരുപാട് പഴക്കാതെ കഴിക്കണം. നിങ്ങൾ കൊച്ചു പിള്ളേർക്ക് ഈ കേര കഴിക്കുന്ന പച്ചപ്പഴം നല്ലതാണ്. ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ, ബാക്കി എല്ലാവരും കേര കഴിക്കണം, പച്ചപ്പഴം. പലർക്കും ആവശ്യം താല്പര്യപ്പെടാം. റൊബസ്റ്റ എന്ന് ഞാൻ ഇത്രയും പൊക്കമുള്ള ഒരു കൊലയിൽ ഇത്രയും പൊക്കം ഉണ്ടാവും റൊബസ്റ്റ. ഒരുപാട് അത് എനിക്ക് തോന്നുന്നത് 2-3 ആഴ്ച വേണ്ടിയിട്ടു. അപ്പൊ ഞാൻ അവിടെ കൊടുക്കും. Okay, അപ്പം shall we start this one? Healthy living. So little I will love chocolate. We had a little chocolate throughout the day.
He hardly ate breakfast, wasted his lunch, skipping at most of the days water, felt hungry, he ate chocolates. നമ്മുടെ അരുൺ എന്ന് പറയുന്ന കഥാപാത്രം പിള്ളേരുണ്ടോ മോട്ട തടി അവന് ചോക്ലേറ്റ് വരുന്നത് അവന് ചോറും വേണ്ട കറിയും വേണ്ട പാടും വേണ്ട പച്ചക്കറിയും വെള്ളവും വേണ്ട കിട്ടുന്ന അവസരങ്ങളെല്ലാം ചോക്ലേറ്റ് അടിച്ചു കിട്ടും. എന്ത് സംഭവിച്ചു? അരുൺ സദർ ഓൾവേസ് ടോൾഡ് ഹിം ടു ഈറ്റ് ഹെൽത്തി ഫുഡ് ലൈക്ക് അവനോട് വേണ്ട നീ ഫുഡ് കഴിക്കണം, വെജിറ്റബിൾ പച്ചക്കറി കഴിക്കണം, ധാന്യങ്ങൾ ഗോതമ്പ് വരി ഇതെല്ലാം ധാന്യങ്ങൾ പയറ് പരിപ്പ് കടല ഇതെല്ലാം സെറീസ് എന്ന് പറയും. ദെൻ ഇത് കഴിക്കണം, അതുപോലെ നീ മുട്ട കഴിക്കണം, മീറ്റ് കഴിക്കണം, എല്ലാം പറയും. പക്ഷെ വൺ ഡേ Arun was getting ready to go for the best friend's birthday party he had. Planned to wear his new clothes, asked his duster over the buttons on his shirt. Went pop, 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 pop. Ooh, oh, man, ഒരു ദിവസം അവന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ വേണ്ടി അവൻ ഇഷ്ടപ്പെട്ട ഷർട്ട് സൂക്ഷിച്ചു വെച്ച് എടുത്തോണ്ട് വന്നു. ഷർട്ട് എടുത്തത് കിട്ടപ്പത്തിന് കാരണം ഷർട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ബട്ടൺ അടുത്ത ബട്ടൺസ് പിടിച്ചു ഷ്രങ്ക്. കാരണം അവന്റെ ശരീരം ഈ ഷർട്ടിനകത്ത് ഉൾക്കൊള്ളത്തില്ല. അതിനർത്ഥം ഷർട്ട് ചെറുതായിട്ട്. ഷർട്ട് ചെറുതായതാണോ അവൻ വലുതായതാണോ? ഷർട്ട് ചെറുതായിട്ടല്ല, ഷർട്ട് അളവിൽ വെച്ച് തയ്പ്പിച്ച് വെച്ചതാണ്. അവൻ ചോക്ലേറ്റ് അടിച്ചടിച്ചടിച്ചടിച്ച് അവസാനം ഇപ്പൊ ഷർട്ട് പൊള്ളുകയല്ല. ബട്ടൺസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല പറ്റിയത്. അവനെവിടെ കിടന്ന് കഴിയാതെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവന്റെ ആക്സിഡന്റ് ആയിട്ടുണ്ട്. അവന്റെ അമ്മ വന്നു. Arun's mother came so sunlight. She quickly walked to his bedroom and asked him to gently voice, "Happy why are you crying? Why are you no shirt and plants on the floor? Oh, mom, it is awful. Man, you shirt and pants are shirt. Cry." അമ്മ എനിക്ക് ഷർട്ട് കൊടുക്കുകയില്ല, അതിടാൻ പറ്റില്ല, ഇരുക്ക പട്ടിപ്പോക, എനിക്ക് പെത്രപ്പാടിക്ക് പോകണം. അമ്മ പറഞ്ഞു, ഓ ഐ ഡിഡ്ന്റ് മാച്ച് ഗുഡ് ക്ലോത്ത്സ് ഹർഷ. ഐ തിങ്ക് ഇഫ് യു വാണ്ട് യു ക്യാൻ ഡു ഇറ്റ് അൺസൺ. എന്താ ഷ്രങ്ക് ആയിട്ട് അൺഷ്രങ്ക് ആവുക, കയറാത്ത സ്ഥാനത്ത് കയറാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കണം. എന്ത് ചെയ്യണം? അവന്റെ ബോഡി മെലിയണം. ഷർട്ടിന്റെ ഒന്നും ചെയ്യട്ടെ അല്ലേ? ബോഡി വലിഞ്ഞാൽ ഷർട്ട് മിസ്സാവും. അപ്പൊ ഷർട്ട് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് നീ മെലിയണമെന്ന് പറഞ്ഞു. മെലിയണം. യു മസ്റ്റ് സ്റ്റോപ്പ് ഈറ്റിംഗ് ചോക്ലേറ്റ്. നീ ചോക്ലേറ്റ് ഇനി തിന്നരുത്. നീ ഹെൽത്തി ഫുഡ് കഴിക്കണം. She wanted to be coupled and take another short set of clothes. കുറച്ചുകൂടെ വണ്ണം കൂടിയ ഷർട്ടൊക്കെ അവൻ എടുത്തുകൊണ്ട് വന്നു. അതിന്റെ പക്ഷെ അന്ന് അവൻ തീരുമാനിച്ചു ഇനിയും ഈ ചോക്ലേറ്റ് ഇരിക്കുന്നതാണ്. അതിലേക്ക് പ്രോപ്പർ മീൽ, ശരിയായ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എനിക്ക് കുട്ടികളോട് നിങ്ങൾ പറയാത്തതാണ്, നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടത് നോക്കി സ്വാദ് നോക്കി കഴിക്കരുത്. നിങ്ങൾ ചിലർ മിക്കവരും പച്ചക്കറി കഴിക്കാത്തവരാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ല, പച്ചക്കറി കഴിക്കണം. ഞാൻ ഇത്രയും പ്രായമായാലും ഈ കണ്ണൊക്കെ ഇതിലുന്നത് പച്ചക്കറി കഴിക്കുന്നതുകൊണ്ടാണ്. അപ്പം പച്ചക്കറി കഴിക്കുമ്പോൾ കുട്ടികളെല്ലാം ഇലക്കറികൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കപ്പളങ്ങ, ചുണ്ടുതോരൻ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാം കഴിക്കണം, ഹെൽത്തി ഫുഡ്. എൻജോയ് ദ ഫുഡ് ആൻഡ് ഫ്രം ഓൾവേസ് ആൻഡ് സ്റ്റാർട്ട് ഈറ്റിംഗ് ഹെൽത്തി ഫുഡിന് വേണ്ടി. അന്ന് മുതൽ അവൻ ശരിയായ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവൻ മെഡിക്കലായി തീർന്നു. സോ ഷാൽ ഐ സെൻഡ് ഓൾ ദിസ് page with you today itself. We can watch this video as well as to these notes and write the notes in the notebook. Okay, thank you very much. Thanks.